യെസ്, എന്തായാലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഈ പൂഞ്ഞാറിൽ വൈദികനെ വാഹനമെടുപ്പിച്ച സംഭവവുമായി മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അത് വലിയൊരു വിവാദമായ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ഈ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നാണ് SYS നേതാവ് അബ്ദുസമ്മദ് പൂക്കോട്ടൂർ ആവശ്യപ്പെടുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പേരിൽ ഒരു വിഭാഗത്തെ മൊത്തം ആക്ഷേപിക്കുന്നത് ഖേദകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ചില രാഷ്ട്രീയ നേതാക്കൾ പ്രസംഗിക്കുന്നത് പോലെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹം ചെയ്യുന്ന പ്രവർത്തനം ഒരു സമുദായത്തെ മൊത്തം ആക്ഷേപിക്കാനുള്ള പ്രവർത്തനമാക്കി മാറ്റുന്നത് പ്രത്യേകിച്ച് ഉയർന്ന ആളുകൾക്ക് ഒരിക്കലും യോജിച്ചതല്ല. അത് പ്രതിഷേധാർഹവുമാണ്, ഖേദകരവുമാണ്. പൊതുവെ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് എന്നാണ് നമ്മളൊക്കെ പറയാറുള്ളതും അങ്ങനെയാണ് മറ്റുള്ളവരൊക്കെ കേരളത്തെ വായിച്ചെടുക്കുന്നത്. ആ കേരളത്തിൽ തന്നെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ പ്രകടിപ്പിക്കുന്ന പോലുള്ള അഭിപ്രായമായി പോയി എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ. സാജിദ് അജ്മലിലേക്ക് പോവുകയാണ്. സാജിദ്, എന്തായാലും പൂഞ്ഞാർ വിഷയത്തിലെ മുഖ്യമന്ത്രിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട വിവിധ ഇടങ്ങളിൽ നിന്ന് ഇതുവരെ പ്രതിഷേധം ഉയർന്നു വന്നത് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ അബ്ദുസമ്മദ് പൂക്കോട്ടൂരാണ് അദ്ദേഹം പറഞ്ഞത് അത് സംസ്ഥയുടെ കൂടെ അഭിപ്രായമായി കണക്കിലെടുക്കേണ്ടതുണ്ടോ, ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന രീതിയിൽ കണക്കാക്കിയാൽ മതി. എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ ഈ വിഷയത്തിൽ മുസ്ലിം സംഘടനകൾക്കിടയിൽ വലിയ എതിർപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം, അല്ലേ? ജിൽസി, തീർച്ചയായും ഇത് ഈ അബ്ദുസമ്മദ് പൂക്കോട്ടിന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയില്ല. നമുക്കറിയാം, ഈ എല്ലാ കാര്യങ്ങളിലും സമസ്തയുടെ ഏറ്റവും മുതിർന്ന നേതാക്കൾ, പ്രസിഡന്റ്, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരണങ്ങൾ നടത്താറില്ല. ഈ സുപ്രഭാതം വളരെ അവരുടെ നിലപാട് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം എഴുതുകയുണ്ടായി, എഡിറ്റോറിയൽ തന്നെ എഴുതുകയുണ്ടായി. അതിൽ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ SYS നേതാവ് അബ്ദുസമ്മദ് പൂക്കോട്ടൂർ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു പരാമർശമാണ് ഉണ്ടായത്. ആരെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അവരെ നിയമപരമായി അവർക്കെതിരെ നടപടിയെടുക്കാം. പക്ഷേ അതിൽ മതം നോക്കി ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവന മുഖ്യമന്ത്രി തന്നെ നടത്തിയത് ഒട്ടും യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞ് ഈ വിവാദം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഈ അബ്ദുസമ്മദ് പൂക്കോട്ടൂർ പറയുന്നത്. ഈ സുപ്രഭാതം കൂടാതെ AP വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജും ഇന്നലെ ഈ മുഖപ്രസംഗം എഴുതിയിരുന്നു. ഈ രീതിയിൽ മുസ്ലിം സംഘടനകൾക്ക് മൊത്തം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയതെന്നും അതിൽ മുഖ്യമന്ത്രി ഖേദം പ്രകടിപ്പിക്കണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും ഉള്ളത്. തീർച്ചയായും സാജിദ്, എന്തായാലും പൂഞ്ഞാർ വിഷയത്തിലെ മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നലെ സിറാജ് മുഖപ്രസംഗം എഴുതിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അബ്ദുസമ്മദ് പൂക്കോട്ടൂർ അദ്ദേഹം സമസ്തയുടെ ഒരു അഭിപ്രായമായി രംഗത്ത് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടേത് വളരെ ഖേദകരമായ പ്രകടനമാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ഇത്തരം രാഷ്ട്രീയം പറയുന്ന ആളുകളുണ്ട്. അതേപോലെ മുഖ്യമന്ത്രി ആ രീതിയിൽ അഭിപ്രായം പറഞ്ഞു എന്നുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതിൽ മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട CPM-ന്റെയോ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല.